സുഹൃത്തുക്കളെ, നമ്മളെ വീടുകളിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംവിധാനമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന സംവിധാനമാണ്. നമ്മളെ വീടുകളിൽ സ്ഥാപനങ്ങളൊക്കെ വരുന്ന അവശിഷ്ടങ്ങളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ച് അതിനെ ഏതെങ്കിലും ഒരു രീതി ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പുനരുപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഒരു 3-4 ഓപ്ഷൻസാണ് ഞാൻ പറയുന്നത്. അത് നമ്മളെ അപ്പോൾ ഈ വീടുകളിൽ വീടുകളിലും എവിടെയാണെങ്കിലും ഇത് ഭക്ഷണാവശിഷ്ടങ്ങളും പൊതുവെ വരുന്നത് കുറച്ച് ഭക്ഷണാവശിഷ്ടങ്ങൾ കുറച്ച് വെള്ളം, കാരണം ബാക്കിയുള്ള കറികളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും, കുറച്ചും കൂടെ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് പൊതുവെ കിട്ടുക. അല്ലെങ്കിൽ ഒന്നുകിൽ വെള്ളമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം അങ്ങനെ ഉള്ള വേസ്റ്റ് വെള്ളം കറികൾ മറ്റുള്ള അങ്ങനത്തെ കലർന്നിട്ടുള്ള ഒരു സെമി സോളിഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ അവശിഷ്ടങ്ങൾ വരും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഈ വസ്തു, ആ സാധനം പുനരുപയോഗിക്കുന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നതിനനുസരിച്ചിട്ട് ഞാൻ 2-3-4 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയൊരു ഫാമിലിയാണ്, ആ ഫാമിലി ഒരു 4-5 കിലോത്തിന് മുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആൾട്ടർനേറ്റീവ് എനർജി, ഒരു റിന്യൂവബിൾ എനർജി ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കൺവെൻഷനലായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റേതായ പല പോർട്ടബിളായിട്ടുള്ളതും അതുപോലെ ബയോഗ്യാസ് സംവിധാനങ്ങൾ, പോർട്ടബിളായിട്ടുള്ള ബയോഗ്യാസ് സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ലത് കോൺക്രീറ്റിലോ മറ്റുള്ള നമ്മൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റായിട്ടൊരു എൻവയൺമെൻറ്റ് ഒന്നും കൂടെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നും കൂടെ നല്ല പ്രൊഡക്ഷൻ നടക്കും അണ്ടർഗ്രൗണ്ട് സിസ്റ്റംസ് ആണെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ലിക്വിഡായി ഒരു സെമി ലിക്വിഡായിട്ടുള്ള അത് വെള്ളവും ഭക്ഷണാവശിഷ്ടങ്ങളും കൂടി കലർന്ന രീതിയിലാണെങ്കിൽ നമുക്കത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. 1:1 എന്നുള്ള രീതിയിൽ ലിക്വിഡും സോളിഡും നമുക്ക് ഉണ്ടാവാൻ പറ്റും. അതോടുകൂടെ തന്നെ ഇതിൽ നിന്ന് 2 പ്രൊഡക്റ്റാണ് പുറത്ത് വരുന്നത്. ഒന്ന് ബയോഗ്യാസ്, അത് നമുക്ക് അടുക്കളയിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതോടുകൂടി തന്നെ ബയോ സ്ലറി എന്ന് പറയും. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയായിട്ടും ജൈവ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൃഷികൾക്കും മറ്റുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കൃഷി ഉണ്ടാക്കാനും അതിൻ്റെ വേസ്റ്റ് നമുക്ക് നമ്മളെ ഭക്ഷണാവശിഷ്ടങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് ബയോഗ്യാസ് ആക്കാനും പറ്റും. അതല്ല, നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഞങ്ങളൊരു ഓൺ പ്രൊഡക്റ്റാണ്. അത് നമ്മൾ പറയുന്നത് ഫുഡ് ഡൈജസ്റ്റർ എന്നുള്ള രീതിയിലാണ്. ഈ ഫുഡ് ഡൈജസ്റ്ററിൽ ഇപ്പോൾ പലപ്പോഴും എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ പൊതുവെ 3-4 കുക്കിംഗ് സംവിധാനങ്ങൾ നമുക്ക് സാധാരണ അടുപ്പുണ്ടാവും, ഗ്യാസ് അടുപ്പുണ്ടാവും, അതുപോലെ തന്നെ ഒരു ഓവൻ ഉണ്ടാവും, അതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്കറും പൊതുവെ എല്ലാ അടുക്കളയിലും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് ഒരു എക്സ്ട്രാ എല്ലാവർക്കും സമയത്തിൻ്റെയും മറ്റുള്ള ജോലിക്കാരും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെ തിരക്കുകളാണെങ്കിൽ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് എത്ര വലിയ സ്പീഡില്ലാത്ത ബയോഗ്യാസ് ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് വേണ്ട ചെറിയ സ്പേസേ ചിലപ്പോൾ ഉള്ളൂ, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രമാണെങ്കിൽ അവർക്ക് ഈ ബയോഗ്യാസ് എന്നുള്ള പാട്ട് ഒഴിവാക്കിക്കൊണ്ട് അതിന് വേറെ ആൾട്ടർനേറ്റീവ്, അനേറോബിക് പ്രോസസ്സ് തന്നെ നടക്കുന്ന വേറെ ആൾട്ടർനേറ്റീവാണ് ഈ പറയുന്ന ഫുഡ് ഡൈജസ്റ്റർ. ഈ ഫുഡ് ഡൈജസ്റ്റർ എന്ത് ചെയ്യും, ഇവിടെ പ്രോസസ്സൊക്കെ അത് നമുക്ക് സെമി ലിക്വിഡായിട്ടുള്ള പർപ്പസുകൾ 1:1 എന്നുള്ള ഒരു പ്രൊപ്പോർഷനിൽ വെള്ളവും സോളിഡും അവിടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവിധ ബയോഗ്യാസ് പോലൊക്കെ തന്നെയാണ് അതിൻ്റെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഗ്യാസ് എടുക്കുന്നില്ല. അതിനപ്പോൾ ഗ്യാസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലൊരു വേറെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേക രീതിയിൽ നമ്മളതിനെ അഥവാ ഓർഡർ ഫ്രീ ആക്കിയിട്ട് പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലുണ്ടാകുന്നത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ബയോഡൈജസ്റ്റിൽ ഉണ്ടാകുന്നത് റോ മെറ്റീരിയലായിട്ട് ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നത് ഈ പറയുന്ന ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ നിങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സെമി സോളിഡ് അല്ല, ഒരു സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, ഇപ്പോൾ നമ്മളെ പച്ചക്കറികളുടെ തോലും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ സ്പേസും മറ്റുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പോസ്റ്റിംഗ് തന്നെ 2 രീതിയുണ്ട്. കമ്പോസ്റ്റിൻ്റെ എയറോബിക് കമ്പോസ്റ്റിംഗ് ഉണ്ട്, അത് മൈക്രോബ്സ് ഉപയോഗിച്ചിട്ടുള്ള എയറോബിക് കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റിംഗ് ഉണ്ട്. എന്താണ് എയറോബിക് കമ്പോസ്റ്റിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയ സ്പേസിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു നിരന്തരമായിട്ടുള്ള ഡിപ്പെൻഡൻസി ഉണ്ട്. ഈ ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് അതിലോട്ടുള്ള ഇനോക്കുലം, ബാക്ടീരിയ ഇനോക്കുലം ഒന്നൊക്കെ നമ്മൾ അതിലോട്ട് ഓരോ ദിവസം സ്പ്രേ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചകിരിച്ചോറിലോ മറ്റുള്ളതൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കറക്റ്റായിട്ട് ഓരോ സമയത്ത് നമ്മൾ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കറക്റ്റായിട്ട് ആ പ്രോസസ്സിങ് നടക്കില്ല. എയറോബിക് ബാക്ടീരിയ മറ്റുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആകുമ്പോൾ സ്മെല്ലും മറ്റുള്ള പുഴുക്കളും മറ്റുള്ളതൊക്കെ വരാനുള്ള സാധ്യത. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് വലിയ മുറ്റുണ്ട്, മുറ്റത്ത് കുറച്ച് മരങ്ങളുണ്ട്, ആ മരങ്ങളുടെ ഇലകളും മറ്റുള്ളതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറേ വേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു മരങ്ങളുടെയൊക്കെ താഴെ ചെറിയ ഷെഡൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ഒരു അടിപൊളിയായിട്ട് ഒരു വെർമി കമ്പോസ്റ്റ് സെറ്റ് ചെയ്യാം. ചിലവുകളൊന്നുമില്ല,
വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള വളം കിട്ടും. പക്ഷേ അതിന് കുറച്ചും കൂടെ സ്പേസും മറ്റുള്ളതും കൂടുതൽ വേണം. പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതായിട്ട് കുറച്ച് ഇതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ നാടൻ കോഴി വളർത്തലോ അല്ലെങ്കിൽ മീനിൻ്റെ ഒക്കെ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാണാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിലും സോൾജിയർ ഫ്ലൈ ഡൈജസ്റ്റർ സെറ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഒരു പുഴുക്കളെ അത് വിസർജിക്കുകയും ആ പുഴുക്കൾ ഈ പിന്നെ നമ്മുടെ വേസ്റ്റ് പദാർത്ഥങ്ങൾ തിന്ന് ആ പുഴുക്കളെയാണ് എന്ത് ചെയ്തത് നമ്മൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ആ പുഴുക്കളെ കറക്റ്റ് സമയത്ത് അതിൻ്റെ ഒരു പീപ്പർ സ്റ്റേജിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ്, ലാർവ സ്റ്റേജിന് കഴിഞ്ഞ് പീപ്പർ സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളതിനെ പിന്നെ കളക്ട് ചെയ്ത് ഇത്തരം പിന്നെ മീനുകൾ കോഴികൾക്കൊക്കെ ഒരു തീറ്റയായിട്ട് അടിപൊളി പ്രോട്ടീൻ ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 4 ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞത്. അത് കഴിയും ഇതിൻ്റെയൊക്കെ വലിയ കമേഴ്സ്യലായിട്ടോ ഇൻഡസ്ട്രിയലായിട്ടോ ആണെങ്കിൽ ഇതിൻ്റെ വലിയ ഓപ്ഷൻസ് പോസിബിളാണ്. ഡൊമസ്റ്റിക് ആണ്, വീടുകൾക്കാണെങ്കിൽ ഇതിൻ്റെ ചെറിയ ഓപ്ഷൻസും പോസിബിളാണ്. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ടുള്ള കോഴി വേസ്റ്റിൻ്റെ മറ്റുള്ള വലിയ റെൻഡറിങ് യൂണിറ്റുകൾ അതിൻ്റെ മറ്റൊരു വേർഷനായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.